എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹരിദ്വാറിലാണ് കേട്ടോ. ഞാൻ ഇന്നലെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ കാലൊന്നും മടങ്ങി സീനായിൻ്റെ. കാല് നടക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ മെൻ്റായതാ, അത് സീനായി നടക്കാൻ പറ്റില്ല തീരെ. അപ്പോൾ ഇന്നലെ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്തു, പക്ഷേ മാറിയിട്ടില്ല. നടക്കുമ്പോൾ അത്ര കുഴപ്പമില്ല, അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. നമ്മുടെ ഹരിദ്വാറിൽ നടന്ന റൂമുണ്ട്, സിംഗിൾ റൂമാണ് ഇത് അവിടെ. അതാണ് സൈക്കിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നല്ല പോകാനുള്ള പരിപാടി നോക്കുക. ഈ റൂമിൽ കുറേ മൂട്ടയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടിട്ട് കൈമേലെ ഭാഗത്ത് അടിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് പരിപാടിയൊക്കെ കണ്ടില്ലേ. ഏകദേശം പരിപാടി സാധനങ്ങളൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഷൂ ഇട്ടിട്ട് നേരെ ബാക്കിയുള്ള പരിപാടി കൂടി നോക്കണം. അങ്ങനെ ഇവിടുന്ന് മല്ലി ഋഷികേശ് വിടാൻ വിചാരിച്ചിട്ടാ. കാലം കൊണ്ട് ചവിട്ടാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഇവിടുന്ന് പോവുക. സീനാവുന്നുണ്ട് കാര്യം. എന്തായാലും നോക്കി നോക്കട്ടെ. ഒരാവശ്യമില്ല, ഷൂ ഒക്കെ ഇട്ട് കറക്റ്റായിട്ട് പോകുക. കുറച്ച് ടൈം മതി ഇങ്ങനെ കാലിങ്ങനെ മുടങ്ങിയിട്ടുണ്ടോ. പക്ഷേ ആദ്യത്തെ കുറച്ച് നേരം വേണ്ടാണെന്ന്. പിന്നെ ഞാൻ മൂവൊക്കെ അടിച്ച് സെറ്റാക്കി കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. അന്നേരം ഒന്നും നടന്നിട്ടില്ല, മാറിയിട്ടില്ല. അങ്ങനെ നല്ലപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇറങ്ങാം നോക്കാം എന്തായാലും. ഇപ്പം ശരി, കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ എത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ. അങ്ങനെ ഹരിദ്വാറിൽ നിന്ന് നമ്മൾ ഋഷികേശിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ദൂരം ഉണ്ട് നടക്കും? ആകെ മൊത്തം ഹരിദ്വാറിൽ നിന്ന് ഋഷികേശിക്ക് എത്ര 26 കിലോമീറ്റർ 27 കിലോമീറ്ററാണ് മൊത്തമുള്ള കേട്ടോ. അതിലിപ്പോൾ കാലത്ത് 7 മണിക്ക് ഇറങ്ങിയതാ. ഇപ്പോൾ 9 മണി അതിൻ്റെ ആവും തോന്നുന്നുണ്ട്. 9:30 അതിന് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ കൂടി ഉണ്ടാവും കൊണ്ടിഞ്ഞ്. പക്ഷേ പോണ വഴി എന്ന് പറയുമ്പോൾ സാധാരണ വഴി, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നണമൊന്നുമില്ല. കയറ്റം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചെറിയ കുറച്ച് കയറ്റമൊക്കെ ഉണ്ടാവും വിചാരിച്ചു. അവിടെ എത്തിയിട്ടാണോ കയറ്റം തുടങ്ങുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള റോഡ്, സൈഡിൽ കാട് പോലത്തെ സ്ഥലമാണ്. നല്ല ചൂടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ്. ഉത്തരാഖണ്ഡിൽ കയറിപ്പോട്ടുള്ള ക്ലൈമറ്റ് പറഞ്ഞാൽ കാലത്ത് മഴ പെയ്യും, ഉച്ചയ്ക്ക് ചൂട്, ഇടയ്ക്കൊരു മതി ഉച്ചയുടെ ക്ലൈമറ്റാ. നമുക്ക് ബോഡി കൊണ്ട് ഒത്തു പോകണില്ല കറക്റ്റ് സെറ്റായിട്ട്. ആകെ ക്ഷീണം. ഇത് കാരണം കൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ വെയിലൊന്നുകൊണ്ടിരിക്കും, പെട്ടെന്ന് മഴ പെയ്യും. ഇതുമാതിരി വൃത്തിയായിട്ട അവസ്ഥ. മോളിൽ കൂടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, വേണ്ട റെയിൽവേ ട്രാക്ക്. എവിടെ ഋഷികേശ് വരെ ചിലപ്പോൾ ട്രെയിൻ ഉണ്ടാവൂലേ, അറിയില്ല കേട്ടോ എവിടെ പറഞ്ഞിട്ടുണ്ടാവുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ വരെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. ഹരിദ്വാറിൽ കണ്ടവാൻ ആൾക്കാർ വന്നിറങ്ങുന്നുണ്ട്, അവിടെ വരെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചേ. പക്ഷെ ഇത് മോളിക്കുണ്ട് തോന്നുന്നുണ്ട്. നല്ല വെയിലായി ഇപ്പം തന്നെ. 9:30 ആയിട്ടുള്ള പണ്ട് കാര്യമില്ല. പോണ വഴി കാണാൻ നല്ല രസമായി. ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് രാത്രി പോകുമ്പോൾ അറിയാം എൻ്റെ ഭംഗി ശരിക്കും. ലൈറ്റ് കത്തുകയാണാവോ. കുറച്ച് ദൂരം കൂടെ ഉള്ളോ. വെള്ളമൊക്കെ പെട്രോൾ പമ്പിൽ നിന്ന് എടുത്താറും ഭാഗ്യമുണ്ട്. വേറെ പെട്രോൾ പമ്പൊന്നും കണ്ടിട്ടില്ല. ആദ്യം തന്നെ അവിടുത്തെ പെട്രോൾ പമ്പിൽ നിന്ന് കയറി വെള്ളം കുടിച്ചു, 2 കുപ്പി എടുക്കുകയും ചെയ്തു. അപ്പോൾ സെറ്റായി. കഴിച്ചിട്ടില്ല, അത് കാരണം നമ്മൾ ചെയ്യണം. എന്താണെന്നറിയില്ല. വെയിലും ഒക്കെ കൂടി നമ്മളേ താങ്ങില്ലേ. ഫ്രണ്ടിലൊക്കെ ഫുള്ള് മലകളും തുടങ്ങിയിട്ട് ഇപ്പോൾ. അയ്യോ, മിലിറ്ററിക്കാരുടെ വണ്ടികളാണല്ലോ ഫുള്ള്. മണാലിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം മിലിറ്ററിക്കാരുടെ വണ്ടി ഒന്നും കണ്ടുവരുന്നില്ല. മണാലിയിൽ നിന്ന് ഇറങ്ങല്ല, നമ്മൾ ആ ലെയർ കൂട്ടിയിൽ നിന്ന് മണാലിക്ക് കയറില്ലേ, അവിടെ നിന്ന് തൊട്ട് തന്നെ വണ്ടികളൊക്കെ കാണല് കുറവായിരുന്നു. കാശ്മീരിൽ തന്നെയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്ത് ചൂടാ, ഒരു രക്ഷയില്ലേട്ടാ. മതിൽ നോക്കി, മതിലുമ്പോ ഫുള്ള് ട്രെയിൻ വരച്ചു കൊടുക്കുന്നു. അയ്യോ, ഒക്കെ വരുന്നുണ്ട്.
ഇന്ന് രാവിലെ 5:30 കഴിഞ്ഞിട്ട് അപ്പോൾ അറിയണേ 5:30 ആദ്യം വിളിച്ചൂടെ അത് പെട്ടെന്ന് നേരം വിളിക്കുന്നോണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഋഷികേശ് എത്തി മക്കളെ. ഋഷികേശ് എത്തിയിട്ട് ഞാൻ 2-4 ഗുരുദ്വാരയിലൊക്കെ ചോദിച്ചു നോക്കി. അപ്പോൾ ഇന്നലത്തെ സെയിം അവസ്ഥ, ഇവിടെ ഒറ്റയ്ക്കുള്ളവർക്ക് കൊടുക്കാനില്ല. അങ്ങനെ ആശ്രമത്തിൽ ചോദിച്ചില്ല, മറ്റേ മെയിൻ ഗുരുദ്വാര ഉണ്ട് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ റൂം ഫുള്ളാന്ന്. പക്ഷെ അത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്, AC റൂം അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ്. അങ്ങനെ അവർ നല്ല തിരക്കാണ്. അവർ ചെന്നപ്പോൾ പറഞ്ഞു അവിടെ ഇല്ലയെന്ന്. വേറെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരാൾക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന്. കാരണം നമ്മുടെ മണാലിയിലത്തെ ഡോക്ടറായിട്ട് ബ്രോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ആൾക്കൊരു കോണ്ടാക്റ്റ് ഉണ്ട്, അങ്ങോട്ട് ചെന്നായിരുന്നു. അങ്ങനെ ആൾ നമ്പർ തന്നപ്പോൾ ബ്ലാ ഹോസ്റ്റൽ അങ്ങനെ എന്താ പറഞ്ഞത്, ബ്ലാ ഹോസ്റ്റലിൽ ഋഷികേഷ് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടാണ് ഒന്നായിന്ന് പറഞ്ഞത്. ആൾ പറഞ്ഞത് ആളെ കണ്ടിട്ടുണ്ടാവും മിക്കതും കുറച്ച് ഫേമസ് ഒക്കെയാന്ന് പറഞ്ഞേ. എന്താ അവസ്ഥ അറിയില്ല. ബ്ലാ എന്നൊരു കേട്ടിട്ടുണ്ട്, പക്ഷേ ഋഷികേഷിലല്ല വേറെ എവിടെയും ഞാൻ കേട്ടിട്ടുള്ളേ. പക്ഷേ ഡോക്ടറോട് വെച്ച് പറഞ്ഞത് കസോഡിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഈ ബ്ലാ എന്ന് പറയണത്. നോക്കി നോക്കാം എന്തായാലും എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല. ഇതാണ് ഋഷികേശിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടുന്ന് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 3.9 കിലോമീറ്റർ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരെ ഹോസ്റ്റലിലേക്ക് എത്തുന്ന പറഞ്ഞേ. നോക്കി നോക്കാം എന്തായാലും പോയിട്ട് അവസ്ഥ അറിയാലോ. തപോവൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പറഞ്ഞവരുടെ ഇത്. പോയി നോക്കാം എന്തായാലും ഞാൻ എന്താണ് കാര്യങ്ങളെന്നൊക്കെ. അങ്ങനെ ഇവിടെ ഈ ഋഷികേശ് ഹരിദ്വാറിൽ നിന്ന് കണ്ടമാനം അമ്പലങ്ങളാട്ടോ. എന്തോരം അമ്പലങ്ങളാണ്. ഭക്തി മൂത്തിട്ടുള്ളവർക്കൊക്കെ ശരിക്കും ഇവിടേക്ക് വരും നല്ലത്. കണ്ടമാനം അമ്പലങ്ങളുണ്ട്. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അയാളൊരു 9 അമ്പലങ്ങളുടെ പേര് പറഞ്ഞുണ്ട്. ആൾ പറഞ്ഞു ഇത് കുറച്ച് മെയിനായിട്ടുള്ളത് പിന്നെയും എടുക്കാന്ന് പറഞ്ഞു. അവിടെ കാൽമത്തെ സീ മാറാത്ത കാരണം വേറൊരു ചടങ്ങുണ്ട്, നടക്കാൻ പറ്റില്ല. ഈ ഘാട്ടുകൾ മൊത്തം നടന്ന് കാണുന്നതൊക്കെ ഉണ്ട്. ഇവിടുത്തെ നടന്ന് കാണാൻ പറ്റാൻ സുഖമാണെന്ന്. കാലേ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് തെന്നി പോവുക. എന്താ ചെയ്യാന്ന് ആലോചിക്കണം. കണ്ടമാന റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും. അപ്പാർട്ട്മെന്റുകൾ അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് ഇവിടെ. ഇവിടെ ഓണൊന്നും കിട്ടാൻ സാധ്യത കുറവാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് സ്ഥലമല്ലേ. പുഷ്കറിലൊക്കെ പോയപ്പോൾ അങ്ങനെ നടന്നു ഓണം കിട്ടില്ല അങ്ങനത്തെ ഒരു ഇതുള്ള ഇവിടെ എങ്ങനെയാവും നിൽക്കുന്നത്. കണ്ട് നോക്കാം നമുക്ക്. തപോവൻ അപ്പോൾ ശരി, നമുക്ക് കുറച്ചതിൻ്റെ വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷനൊക്കെ നോക്കണം. ക്യാമറയും ഫോണൊക്കെ കൂടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടി പറഞ്ഞു വീഴും. വെറുതെ എന്തിനാ പോലീസുകാർ പറ്റി ചേർക്കണമെങ്കിൽ അവിടെ
റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടല്ലോ അവിടെ. പക്ഷേ ഇതിൽ വെള്ളമില്ലല്ലോ. അപ്പുറത്ത് വലുത് മെയിൻ അതാവുകൊണ്ട് റിവർ റാഫ്റ്റിംഗ് കേട്ടാ. ഇതാണ് എൻ്റെ മെയിൻ സ്ഥലം. ഞാൻ നേരത്തെ പോയ സ്ഥലം എല്ലാ മെയിൻ തോന്നുന്നുണ്ട് കേട്ടോ. നേരത്തെ വന്ന വഴിക്കുന്ന ഒരു അമ്പലത്തിനായിട്ട് പോയില്ല അവിടെ. ഞാൻ അതായിട്ട് പോയത്. പക്ഷേ ഇവിടെ ആവുകൊണ്ട് മെയിൻ കേട്ടോ. നല്ല കയറ്റാട്ടാ. നമ്മൾ ഒരു ഗുരുദ്വാരയിൽ പോയിട്ട് ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിക്ക് 3-4 കിലോമീറ്റർ ഉള്ളതെന്ന് പറഞ്ഞേ. പക്ഷേ ഗംഭീര കയറ്റാ, ചില്ലറ കയറ്റല്ലേ. ഒന്നത് കാല് സീനായല്ലേ, ചവിട്ടാനും പറ്റുന്നില്ല, തള്ളുമ്പോൾ നടക്കാനും പറ്റുന്നില്ല. അവസ്ഥയാ പെട്ട അവസ്ഥ എനിക്ക്. അയ്യോ നല്ല വെയിലും നല്ല കാലുവേദനയായി. കാലിൻ്റെ വേന പോയി എന്തിനാണോ ചെയ്തത്. അങ്ങനെ വെയിലിനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു മാറുന്ന കഴിഞ്ഞാൽ വെയിലുള്ളിൽ നിൽക്കുന്നിക്കോ. പക്ഷേ കാലുവേദന ഫീനായി. ഇനി 1.5 കിലോമീറ്റർ കൂടി തള്ളാണ്ട് ഇനി ഇറക്കണ്ടാണാവോ. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മക്കളെ. കണ്ടല്ലോ जाने का बार रास्ता कौन सा है मुझे मालूम नहीं है. കുറേ ശേഷിയിലെത്തിയിട്ടുള്ളതുകൊണ്ട് നമ്മളോട് ഇവിടുത്തെ വഴി ചോദിച്ചു നമ്മളെന്താ ചെയ്യുക. നമുക്ക് ആ ഹോസ്റ്റലിലേക്ക് വെള്ളം വഴി അറിയുള്ളൂ. ഉണ്ട് അവിടെ പോയിട്ട് അവരോട് ചോദിക്കണം എങ്ങോട്ടാ പോവാന്നുള്ളത്. ഇതിലെ ഗംഗാ നദി എന്ന് പറഞ്ഞാൽ ഇത് അടിയില്ല കേട്ടാ, ആ സൈഡിലാണ്. ഓ ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടന്ന് കയറില്ല, എളുപ്പമല്ല കേസില്ല കേട്ടാ. അങ്ങനെ ഞാനേ അവിടെ റൂമിൻ്റെ അവിടെ എത്തിയിട്ട് വരാം. നമ്മൾ ഋഷികേശൊക്കെ എത്തിയിട്ടാ. എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി റൂമിൽ പോയി ഒരൊറ്റ കിടത്താ അവിടെ കിടന്നു ഓർമ്മയുള്ളൂ. ഞാൻ നല്ല ഉറക്കം ഉറങ്ങിയുണ്ട് പെയിൻറ്റ്. അതിനോട് തൊട്ടടുത്ത് തന്നെ രാമഘാട്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെ എന്താ പറഞ്ഞൊരു കാട്ട്, കുറേ കാട്ടുകളുണ്ടല്ലോ കണ്ടില്ലേ. അങ്ങനെ അവിടെ എത്തി. അപ്പം 5:30 കഴിഞ്ഞിട്ടത് ഉറങ്ങിയിട്ട് കാല് ഭയങ്കര സീനാ. ചവിട്ടാണെന്ന് പറ്റുന്നില്ല വരേക്ക്. അങ്ങനെ ചവിട്ടി കഴിഞ്ഞിട്ട് നടക്കലുണ്ട്. അങ്ങനെ എന്താണ് 50 रुपया क्या मेरे पास नहीं है, मेरे पास नहीं है. വെറുതെ 50 രൂപയ്ക്ക് നല്ല ആരോഗ്യം വാങ്ങിച്ചാ. കണ്ടില്ലേ ഇവിടെ മറ്റേ സ്നാനം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ തൊട്ട സൈഡിൽ കയറിയ സ്ഥലത്താണ് മറ്റേ ദീപാരാധന അല്ല ഗംഗാരതി നടക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആദ്യം ദൂരം ബോർഡിൽ നിന്ന് കാലിന് എത്താറുണ്ട്. അങ്ങനെ റൂമിലാച്ച് ഞാൻ നേരത്തെ പോയിട്ട് റൂം മറ്റേ ഡോക്ടർ പറഞ്ഞ നമ്പറിൽ റൂമൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കൊണ്ട് ഞാൻ സൈക്കിൾ മാത്രമായിട്ട് എടുത്തിട്ട് വന്നേ. അങ്ങനെ കണ്ടില്ലേ ഗംഗാരതി ഇവിടെ എപ്പോഴാണ് നടക്കാന്ന് അറിയില്ല. എൻ്റെ ഫ്രണ്ടിലുള്ളൊരു അമ്പലം കണ്ടാ നല്ല അടിപൊളിന്. പിന്നെ ആ സൈഡിൽ അവിടെ ഗംഗാരതി പോലത്തെ ഗംഗാരതി എല്ലാം ഉണ്ട്. വേറെ എന്തോ എല്ലാവരും കൂടി വിളക്കൊക്കെ കുടിച്ചിട്ട് എന്തോ പരിപാടി നടക്കണ്ട അവിടെ. എനിക്ക് നടക്കാനും വയ്യ, കാല് കഴിച്ചിട്ട് ഭയങ്കര സീനാണ്. കാലി ആകെ പെട്ട അവസ്ഥയായി. നടക്കുന്ന ടൈമിലേക്ക് കാല് പണിയുണ്ട്. ഈ കാട്ടൊക്കെ ഫുള്ള് നടന്ന് കാണാൻ മാത്രമുള്ളുണ്ട്. കണ്ടില്ല ഇവിടുന്ന് ആറ്റം വരണ്ട്. അതുകൊണ്ട് അവിടെ ഓർപ്പിടിച്ചിട്ടുണ്ട്. അതിൽ കൂടെ അങ്ങനെ വന്നിട്ട് അപ്പുറത്തെ കൂടെ വേറെ അങ്ങനെയാണ്. മൊത്തം എത്ര കാട്ടുണ്ടെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. എന്നാലും കുറേ ഉണ്ട്. നല്ല സട ഇട്ടിരിക്കാൻ ശരിക്കും. നല്ല ഹരിദ്വാറിലത്തെ പോലെ കുറച്ച് പീസായിട്ടുള്ളതാണ്. അത് ഇവിടെ തിരക്കധികം ഇല്ല. പക്ഷെ തിരക്ക് അപ്പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മറ്റോടത്ത് ഈ രാത്രിക്ക് എന്ത് തിരക്ക് അവിടെ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇത് കുറച്ച്
ശാന്തിയായിട്ടില്ല കേട്ടോ. ഇവിടെ കുറേ സ്ഥലത്ത് നല്ല മഴ കൂടുതലായി തുടങ്ങി പറഞ്ഞിട്ട് വിളിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ കോടൊക്കെ മുകളിൽ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു നല്ല സൈഡിൽ. ഞാൻ ബൈക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. ബൈക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ സുഖമല്ല ഇതിൽ കൂടെ ശരിക്കും പറയാൻ ചോദിച്ചാൽ. അങ്ങനെ കുറച്ചേരം ഇവിടെ നിന്നിട്ട് കഴിഞ്ഞ് തിരിച്ചു പോകണം. തിരിച്ചു പോകാൻ ഞാൻ ഫുള്ള് കയറ്റാൻ വീണ്ടും ചവിട്ടി കയറ്റണം. നല്ല ഗംഭീര കയറ്റാൻ. അങ്ങനെ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. ദീപാരാധന എന്തെങ്കിലും പരിപാടി ഞാൻ കാണിച്ചു തരാം. എവിടെ ഉണ്ടാവും അറിയില്ല. നോക്കട്ടെ എന്തായാലും. അങ്ങനെ നമ്മൾ റൂമിൻ്റെ അവിടേക്ക് എത്തിയിട്ട് ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ്. ആലപ്പുഴയിലുള്ള 2 ചേട്ടന്മാരൊക്കെയാണ്. അങ്ങനെ ഇതാണ് റൂം. ബ്ലാ ബ്ലാ ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കണ്ടില്ലേ ഇതാണ് ബോർഡ് കണ്ടില്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ മണാലിയിൽ ഒരു റിസോർട്ട് എടുത്തിട്ട് പറഞ്ഞത് വലുതാണ് കസോളിലുള്ളത്. ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ. പശു മുടിയൊക്കെ നിലയ്ക്കാൻ അല്ല. ഇതാണ് റൂം. ഇത് ഡോർമെട്രി ആട്ടോ. ഇതിൽ എത്ര 2, 4, 5 ഡോർമെട്രി ഉണ്ട്. പിന്നെ 2 റൂം അപ്പുറത്തുണ്ട്. പിന്നെ മുകളിൽ കഫേ ഉണ്ട്. സെറ്റപ്പാണ് ഇവിടെ. നൈസാട്ടാ. ശല്യം കാര്യങ്ങളൊന്നും ഇല്ല. സെറ്റാണ്. കാല് ഭയങ്കര സീന മക്കളെ. എളുപ്പമല്ല നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞൊണ്ടി കാണിച്ചിട്ട് ഉപ്പാടാളിക്ക് ഇവിടെ ചെറുതായി വീർത്തിട്ടൊക്കെ ഉണ്ട്. നല്ല പനി കാരണം നടക്കാൻ പറ്റുന്നില്ല. അവിടെ പോയി വന്നപ്പോൾ തന്നെ അറിയണം എന്ത് മഴയാണെന്ന് വെച്ചിട്ട് നേരത്തെ പോയി വന്നപ്പോൾ രക്ഷയില്ലാത്ത മഴയെന്ന് അറിയില്ലേ. അങ്ങനെ കാര്യങ്ങൾ മക്കളെ പറയണ്ട. അങ്ങനെ അപ്പം ശരി, എന്തായാലും പരിപാടി നടക്കട്ടെ. ഇനിയിപ്പോൾ നാളെ എങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. നോക്കണം. അവിടെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കാല് ഭയങ്കര സീനാണ്. നോക്കിയോട്ടെ. നാളെ കഴിഞ്ഞിട്ട് കുറവുണ്ടെങ്കിൽ പോകണം. അപ്പം ശരി, ഓക്കെ. അപ്പം ശരി മക്കളെ. രാവിലെ ഇട്ടൊന്നും കഴിച്ചിട്ട് ഒരു റൊട്ടി കഴിക്കാൻ ചോദിച്ചു. അപ്പം ശരി, കൂട്ടി നൈറ്റ് എല്ലാവർക്കും.